മികച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനുമായിരുന്നു ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തെ വിഷ്ണുഗുപ്തനെന്നും കൗടില്യനെന്നും വിളിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ വികാസത്തിൽ ആചാര്യ ചാണക്യൻ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തകളും പാഠങ്ങളും ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. ചാണക്യന്റെ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചാണക്യൻ നിർദ്ദേശിക്കുന്ന നയങ്ങൾ നിങ്ങൾക്ക് പിന്തുടരാം. ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ അയോഗ്യനായ മകനോ മകളോ ഉള്ളവരുടെ മാതാപിതാക്കൾ ദുഃഖിതരും അസ്വസ്ഥരുമായി തുടരുന്നു. അവർക്ക് എന്നും സമൂഹത്തിൽ തല കുനിച്ച് നടക്കേണ്ടി വരും. മാത്രമല്ല, അവരുടെ ജീവിതകാലം മുഴുവൻ മക്കളെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യേണ്ടതായി വരും. മാതാപിതാക്കളും അവരുടെ ജീവിതത്തിലുടനീളം മക്കളുടെ മോശം പെരുമാറ്റത്താൽ അസന്തുഷ്ടരായിരിക്കും. അത്തരക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാനും കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ആചാര്യ ചാണക്യന്റെ നയങ്ങൾ അനുസരിച്ച് കടബാധ്യതയുള്ള ആളുകൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. അവരുടെ കുടുംബാംഗങ്ങളും എപ്പോഴും അസന്തുഷ്ടരായിരിക്കും. അവരുടെ ജീവിതം മുഴുവൻ അവർ കടം തിരിച്ചടക്കാൻ ചെലവഴിക്കുന്നു. കടബാധ്യതയുള്ളതിനാൽ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാനും കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ പെരുമാറ്റം നല്ലതല്ലാത്ത വീടുകളിലെ ആളുകൾ എപ്പോഴും ദുഃഖിതരും അസ്വസ്ഥരുമായിരിക്കും. ആ വീട്ടിലെ ആളുകൾക്ക് എന്നും സമൂഹത്തിൽ തല കുനിച്ച് നടക്കേണ്ടി വരും. കൂടാതെ ജീവിതത്തിലുടനീളം മാനഹാനിയും നേരിടേണ്ടി വരും. അത്തരം വീടുകളിലെ ആളുകൾ എപ്പോഴും അസന്തുഷ്ടരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ കള്ളം പറയുന്ന സ്ത്രീകളും കള്ളത്തരം കാണിക്കുന്ന പുരുഷന്മാരെയും വിവാഹം കഴിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. പതിവായി കള്ളം പറയുന്ന ഭാര്യയും ഭർത്താവും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം സ്ത്രീകളും പുരുഷന്മാരും തന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുന്നു. അത്തരം വീട്ടിലെ കുട്ടികളും മോശമായ രീതിയിൽ വളർന്ന് സമൂഹത്തിനും മോശം വരുത്തുമെന്നും അതിനാൽ ഭാര്യയും ഭർത്താവും സത്യസന്ധതയോടെ ജീവിക്കണമെന്നും അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് വരെ നിങ്ങൾ കാരണമാകുമെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ കുടുംബത്തോട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഒരിക്കലും അവരുടെ കുട്ടികളെ നേർവഴിക്ക് നടത്താൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും ഇതെന്ന് ചാണക്യൻ പറയുന്നു. നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കൾ ശരിയായ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കണം, ശരിയായ മൂല്യങ്ങൾ ഉള്ളവരായിരിക്കണം. നിങ്ങൾ ഭാവി ജീവിതം സ്വപ്നം കാണുന്നവരാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കരുത്. വിശ്വാസവഞ്ചന കാണിക്കുന്ന സ്ത്രീയും പുരുഷനും ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിന്റെ മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ടി വരും. അത്തരം ആളുകളുടെ മക്കളെ സമൂഹം കാണുന്നതും അത്തരത്തിലായിരിക്കുമെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ലക്ഷ്യബോധമുള്ള മാതാപിതാക്കൾക്ക് ലക്ഷ്യബോധമുള്ള കുട്ടികളെ വളർത്താൻ കഴിയൂ. അലക്ഷ്യമായി ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരിക്കലും നല്ലൊരു തലമുറയെ സമൂഹത്തിന് നൽകാൻ കഴിയില്ല. കുട്ടികളുടെ ചെറുപ്പകാലം തൊട്ടേ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ കൊടുത്ത് വളർത്തണം. ചെറുപ്പത്തിൽ നൽകുന്ന സച്ചിന്തകൾ അവരുടെ മുന്നോട്ടുള്ള പാതയിൽ കൈപിടിച്ചു നടത്തുന്നു. ഏതൊരു മോശമായ സാഹചര്യത്തിലും അവർക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ നൽകി വളർത്തണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു. ചാണക്യന്റെ നയങ്ങൾ പിന്തുടരുന്ന ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയം കൈവരിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.